നിങ്ങള് അതല്ലല്ലോ. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? സർജിക്കൽ സ്ട്രൈക്കില് നിങ്ങൾക്കൊരു നിലപാടുണ്ടോ? സുരേഷ് ഗോപിയുടെ വിജയം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് രേഖകളുടെ അടിസ്ഥാനത്തിൽ അഫിഡവിറ്റോടുകൂടി ഒരു പരാതി നൽകാത്തത് എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് അത്രത്തോളം വിശ്വാസ്യത മാത്രമേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. പൂർണ്ണമായ വിശ്വാസ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭാഗം നിയമപരമായി തന്നെ തെളിവുകളോടെ രേഖാമൂലം തെളിയിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ തെളിയിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം പരാതി ഔദ്യോഗികമായി കൊടുക്കാത്തത്. അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. കാരണം വ്യാജമായിട്ടുള്ള പരാതിയും തെറ്റായിട്ടുള്ള ആരോപണങ്ങളുമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പരാതിക്കാരനായിരിക്കും എന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഭയന്നിട്ടാകും ശ്രീ രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തത് എന്ന് മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ഒരാളിന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. ഇത്രയും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രകാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 സ്ഥലത്താണ് വോട്ട്. അതിലൊന്ന് ഹരിപ്പാട് ഡാടാപ്പടി വാർഡിൽ മണ്ണാറശാല UP സ്കൂളിലാണ്. മറ്റൊന്ന് ചെന്നിത്തല തൃപ്പരുന്തുറ വാർഡിലെ തൃപ്പരുന്തുറ UP സ്കൂളിലാണ്. ഈ 2 വോട്ടർ പട്ടികയും ആക്റ്റീവാണ്. ഇത് രണ്ടിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വോട്ടുണ്ട്. അട്ടിമറി എന്നല്ല, ഫ്രോഡാണ് നടന്നത്. അവിടുത്തെ വിജയം ഇവർ മോഷ്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇരട്ട വോട്ടിനെതിരെയും വ്യാജ വോട്ടിനെതിരെയും തുറന്ന പോരാട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പക്ഷേ ഇന്ന് വന്ന വാർത്തകൾ അദ്ദേഹത്തിന് അത്ര സുഖകരമല്ല. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് തെളിഞ്ഞു, കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇരട്ട വോട്ടുണ്ടെന്ന് തെളിഞ്ഞു, അതുപോലെ പല സ്ഥാനാർത്ഥികൾക്കും ഇരട്ട വോട്ടുണ്ടെന്ന് തെളിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്നല്ല, ഫ്രോഡാണ് നടന്നത്. എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു എൻ്റെ വോട്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേര് മാറ്റിയിരുന്നില്ല. പക്ഷേ ഞാനത് കണ്ടെത്തിയ ശേഷം അവർക്ക് നമ്മുടെ പാർട്ടിക്കാർ തന്നെ പരാതി കൊടുത്ത് അത് നീക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ചോദിക്കട്ടെ, നിങ്ങൾക്ക് 99 കോൺഗ്രസ് എംപിമാരുണ്ടല്ലോ. ഈ കോൺഗ്രസ് 99 എംപിമാരും കള്ളവോട്ടിലാണ് ജയിച്ചത് എന്ന് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. അപ്പൊ നമുക്ക് ബാക്കി സംസാരിക്കാം. ഞങ്ങൾ ജയിച്ചതൊക്കെ വിശുദ്ധി, BJP ജയിച്ചൊക്കെ കള്ളവോട്ട്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പരാതി ഉയർത്തിക്കഴിഞ്ഞാൽ ജനപ്രതിനിധിക്ക് പോലും അവിടെയും ഇവിടെയും വോട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവരെയൊക്കെ വാനരന്മാരാക്കുകയാണ്. അതാണെന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം. യുദ്ധഭൂമിയിൽ പുതിയ ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം ഏഷ്യാനെറ്റിനോടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചാൽ പോരെ? അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, YRDPയും അതൊക്കെ ചോദിച്ചല്ലോ. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ സാർ? നിങ്ങൾ തലേ ദിവസം നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ നീ കാര്യം പറയണ ചക്കൻ. അതല്ലല്ലോ. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? ഞാൻ കളയില്ല. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? ഒരു ദിവസം സുരേഷ് ഗോപിയുടെ വിജയം ആധികാരികമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിജയം തികച്ചും ആധികാരികം തന്നെയാണ് എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് കേവലം ഏതാനും അധികം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു വിജയമേ അല്ല. ഇത് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ആശയമേ അല്ല. മറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ വിവാദം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബോധ്യപ്പെടാൻ കൂടി നമ്മളെ സഹായിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, കൃത്യമായും ലോക്സഭാ മണ്ഡലമായ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരാൻ വരുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
മനസ്സിലാകും. കോൺഗ്രസിന് രാജ്യത്ത് പിന്തുണയില്ലാഞ്ഞിട്ടോ കോൺഗ്രസിന് ജനം ആഗ്രഹിക്കാഞ്ഞിട്ടോ അല്ല. ഈ സംവിധാനങ്ങളെ BJP മാനിപ്പുലേറ്റ് ചെയ്ത് റിഗ് ചെയ്ത് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതാണ് എന്ന് നിരവധി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയതാണ്. ഇത് റിഗ് ചെയ്ത് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതാണ് എന്ന് നിരവധി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയതാണ്. ഇന്ന് നിങ്ങൾ പറയുന്ന നറേറ്റീവ് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കരുതരുത്. നിങ്ങളിപ്പോ ഈ എന്താ പറയാ, എല്ലാ ജനങ്ങളുടെയും മസ്തിഷ്കത്തിന്റെ കുത്തവകാശം ഞങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ബന്ധവുമില്ല. അവർക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ബന്ധമുള്ളത്. അവര് ഭൂമിയുടെ അടിയിൽ അവരെ സംസ്കരിച്ചിരിക്കുകയാണ് ജനം.